നമസ്കാരം. ഭൗതികശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠത്തെ അടിസ്ഥാനമാക്കി KSTA ഇന്ന് നടത്തിയ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് എല്ലാവരും എഴുതി കാണുമല്ലോ. ഇതിനെ സംബന്ധിച്ച ഒരു വിശകലനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ നിക്രോമിന്റെ ഘടകമല്ലാത്തത് ഏത്? നിക്രോം നമുക്കറിയാം, നിക്കൽ, ക്രോമിയം, അയൺ എന്നീ മൂന്ന് ഘടകങ്ങൾ ചേർത്തുണ്ടാകുന്ന അലോയിയാണ്. ഘടകമല്ലാത്തത് ഏത്? ക്രോമിയം, നിക്കൽ, ഇരുമ്പ്, അലൂമിനിയം. ആൻസർ അലൂമിനിയം. രണ്ടാമത്തെ ചോദ്യം: AB എന്നീ രണ്ട് ബിന്ദുക്കൾ 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നിരിക്കട്ടെ. രണ്ട് ബിന്ദുക്കൾ AB ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 12 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് 2 കൂളം ചാർജിനെ നീക്കാൻ ഇവിടെ നിന്ന് ഒരു ചാർജ് ഇങ്ങോട്ട് നീക്കുന്നു. ചാർജ് 2 കൂളം. അതിനു വേണ്ടി വരുന്ന പ്രവൃത്തി എത്രയായിരിക്കും? പ്രവൃത്തി കാണുന്ന സമവാക്യം W സമം QE. Q എന്നത് 2 കൂളം ഇൻറ്റു B എന്നത് 12 വോൾട്ട്, 24 ജൂൾ. ആൻസർ 24 ജൂൾ. മൂന്നാമത്തെ ചോദ്യം: 50 വാട്ട്, 100 വാട്ട് എന്നിങ്ങനെ രേഖപ്പെടുത്തലുകളുള്ള 2 ബൾബുകൾ നൽകിയിരിക്കുന്നു. ഇവ ആദ്യം ശ്രേണി രീതിയിലും പിന്നീട് സമാന്തരമായും സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുമ്പോൾ ഏത് ബൾബാണ് കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത്? 2 ബൾബുകളാണ് തന്നിട്ടുള്ളത്. ഗാർഹിക സർക്യൂട്ടാണ്. നമുക്ക് ഓർക്കാനുള്ള എളുപ്പം, ഗാർഹിക സർക്യൂട്ടിൽ പാരലൽ കണക്ഷൻ ആണുള്ളത്. അവിടെ നമുക്കറിയാം 100 വാട്ടും 50 വാട്ടും ബൾബ് വന്നാൽ കൂടുതൽ ലൈറ്റ് തരുന്നത് 100 വാട്ട് ബൾബാണ്. അപ്പൊ എപ്പോഴും പാരലൽ കണക്ഷനിൽ പവർ കൂടുതലുള്ളത് കൂടുതൽ ബ്രൈറ്റ്നസ് തരും. സീരീസ് കണക്ഷൻ ആണെങ്കിൽ പവർ കുറഞ്ഞ ബൾബായിരിക്കും കൂടുതൽ പ്രകാശം തരുന്നത്. ഇത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെയുള്ള ഓപ്ഷൻസും ആ രീതിയിൽ തന്നെയാണ്. ശ്രേണി രീതിയിൽ 50 വാട്ട് ബൾബും സമാന്തര രീതിയിൽ 100 വാട്ട് ബൾബും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കും. പാരലില് 100 വാട്ട് പവർ കൂടിയതിന് കൂടുതൽ ലൈറ്റ് കിട്ടും. ശ്രേണി രീതിയിൽ പവർ കുറഞ്ഞതിന് ലൈറ്റ് കുറവായിരിക്കും. ബി ഓപ്ഷൻ: ശ്രേണി രീതിയിൽ 100 വാട്ട് ബൾബും സമാന്തര രീതിയിൽ 50 വാട്ട് ബൾബും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കും. സി ഓപ്ഷൻ: 2 ബൾബുകൾക്കും തുല്യ ശോഭയോടെ പ്രകാശിക്കും. ഡി ഓപ്ഷൻ ഇവയൊന്നുമല്ല. സ്വാഭാവികമായും ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും അതിന്റെ ആൻസർ. നാലാമത്തെ ചോദ്യം: 1 കിലോവാട്ട് ഇലക്ട്രിക് ഹീറ്റർ 200 വോൾട്ട് DC-യിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സർക്യൂട്ടിന്റെ പ്രതിരോധവും കറണ്ടും എത്രയായിരിക്കും? ഇലക്ട്രിക് ഹീറ്ററിന്റെ പവർ തന്നിട്ടുണ്ട്. പവർ 1 കിലോവാട്ട്. 1 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. 200 വോൾട്ട് DC-യിൽ ഉപയോഗിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 200 വോൾട്ട്. സർക്യൂട്ടിന്റെ പ്രതിരോധവും കറണ്ടും കണക്കാക്കുക. നമുക്കറിയാം പവർ കാണുന്ന സമവാക്യം P സമം VI. ഇതിൽ നിന്ന് I നമുക്ക് കണ്ടെത്താം. I സമം P/V. അതായത് 1000 ഡിവൈഡഡ് ബൈ 200 that is equal to 5 ആംപിയർ. സർക്യൂട്ടിന്റെ പ്രതിരോധം പവർ തന്നിട്ടുണ്ട്. ഡിവൈസിന്റെ പവർ വോൾട്ടത തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ P സമം V²/R. ഇതിൽ നിന്ന് പ്രതിരോധം സമം R സമം V²/P. V തന്നിട്ടുണ്ട് 200 ഇൻറ്റു 200 ബൈ പവർ 1000. ആൻസർ 40. ചോദ്യം 5: നിങ്ങൾക്ക് 20 വാട്ട്, 40 വാട്ട്, 60 വാട്ട് 3 ബൾബുകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ഏതിനാണ് ഏറ്റവും കുറഞ്ഞ പ്രതിരോധം? തന്നിരിക്കുന്ന ബൾബുകൾ 20 വാട്ട്, 40 വാട്ട്, 60 വാട്ട് എല്ലാം 230 വോൾട്ടിലാണ്. എല്ലാം ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ്. പ്രതിരോധം കുറഞ്ഞത് ഏതാണ്?
ഒരു ബൾബിന്റെ ഒരു ഡിവൈസിന്റെ പവർ വോൾട്ടേജ് തമ്മിലുള്ള ബന്ധം P സമം V²R. മൂന്നിനും ഒരേ വോൾട്ടേജ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ 230 വോൾട്ട്. V എന്നത് കോൺസ്റ്റന്റ് ആണ്, അതായത് പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. ഏതിനാണ് ഏറ്റവും കുറഞ്ഞ പ്രതിരോധം? ഏറ്റവും കുറഞ്ഞ പ്രതിരോധം ഉള്ളതിന് പവർ കൂടുതലായിരിക്കും. തന്നിട്ടുള്ളതിൽ പവർ കൂടുതൽ 60 വാട്ടാണ്, അതുകൊണ്ട് തന്നെ 60 വാട്ടിനായിരിക്കും കുറഞ്ഞ പ്രതിരോധം ഉണ്ടായിരിക്കുന്നത്. ചോദ്യം 6. ഒരു ഗാർഹിക സർക്യൂട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് ബൾബുകളിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നു എങ്കിൽ ഇവയിൽ ഏതിനാണ് കൂടുതൽ പ്രതിരോധമുള്ളത്? ഓപ്ഷൻസ്: കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്ന ബൾബ്, മങ്ങിയ ബൾബ്, രണ്ടിനും തുല്യ പ്രതിരോധമുണ്ട്, പ്രകാശത്തിന്റെ അളവ് പ്രതിരോധത്തെ ആശ്രയിക്കുന്നില്ല. നമുക്ക് കൂടുതൽ പ്രതിരോധമുള്ള ബൾബാണ് ആവശ്യം. പ്രതിരോധം കൂടുതലുള്ള ബൾബിന് പവർ കുറഞ്ഞിരിക്കും, പവർ കുറവായിരിക്കും. ഈ രണ്ട് ബൾബുകളിൽ ആർക്കാണ് പവർ കൂടുതൽ? എങ്ങനെ തിരിച്ചറിയും? നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗാർഹിക സർക്യൂട്ടാണ്, അതായത് ബൾബുകൾ പാരലൽ ആയിട്ടാണ് കണക്ഷൻ കൊടുത്തത്. പാരലൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പവർ കുറഞ്ഞ ബൾബ് മങ്ങിയ രീതിയിലായിരിക്കും പ്രകാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യം പ്രതിരോധം ആർക്കാണ് കൂടുതൽ? അവർക്ക് പവർ കുറവായിരിക്കും, പവർ കുറഞ്ഞത് മങ്ങിയ രീതിയിൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ആൻസർ ബി ഓപ്ഷൻ, മങ്ങിയ ബൾബ്. ചോദ്യം 7. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ 3 റെസിസ്റ്ററുകൾ ത്രികോണാകൃതിയിൽ സർക്യൂട്ടിൽ ബന്ധിച്ചിരിക്കുന്നു. AC എന്നീ ബിന്ദുക്കൾക്കിടയിലുള്ള സബല പ്രതിരോധം എത്രയായിരിക്കും? AC എന്നീ രണ്ട് ബിന്ദുക്കൾ, ഈ ബിന്ദുവും ഈ ബിന്ദുവും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സർക്യൂട്ടിൽ കറണ്ട് ഇതുവഴി കയറി ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം ഇതിലൂടെ പോകുന്ന കറണ്ടും ഇതിലൂടെ പോകുന്ന കറണ്ടും ഒരേപടിയായിരിക്കും. ഒരേ കറണ്ട് ആയതുകൊണ്ട് തന്നെ ഈ 3 ഓം റെസിസ്റ്റൻസും സീരീസ് കണക്ഷനിലായിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് 3 ഓം പ്ലസ് 3 ഓം, അതായത് 6 ഓം ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ 6 ഓം റെസിസ്റ്റൻസും ഈ വരുന്ന 6 ഓം റെസിസ്റ്റൻസും, ഈ രണ്ട് റെസിസ്റ്റൻസുകൾ പാരലൽ ആണ്. അപ്പൊ അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എനിക്ക് എഴുതാം R is equal to 6 ohm divided by 2 എണ്ണാണുള്ളത് divided by 2. അതുകൊണ്ട് 6/2. ചോദ്യം 8. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ഏതെല്ലാം? ശ്രേണിയിൽ റെസിസ്റ്ററുകൾ ബന്ധിപ്പിക്കുമ്പോൾ സബല പ്രതിരോധം കൂടും. സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് കൂടി വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പ്രസ്താവനയാണ്. ശ്രേണി രീതിയിൽ റെസിസ്റ്ററുകൾ ബന്ധിപ്പിക്കുമ്പോൾ ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് സമാനമാണ്. നമുക്കറിയാവുന്ന പ്രസ്താവനയാണ്. റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിൽ എല്ലാ സ്ഥലത്തും ഒരേ കറണ്ട് ആയിരിക്കും. ഒരേ വാട്ടേജും വോൾട്ടേജും രേഖപ്പെടുത്തലുകളും ഉള്ള ഉപകരണങ്ങൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ ഓരോ ഉപകരണത്തിനുമുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. അതായത് ഒരേ വാട്ടേജും വോൾട്ടേജും പവറും വോൾട്ടതയും തുല്യമായിട്ടുള്ള രണ്ട് ഡിവൈസുകൾ എടുക്കുന്നു. നമുക്കറിയാം P സമം V²R. രണ്ട് ഡിവൈസുകളുടെ റേറ്റഡ് പവറും വോൾട്ടതയും തുല്യമാണെങ്കിൽ രണ്ടുപേരുടെയും പ്രതിരോധവും തുല്യമായിരിക്കും. അങ്ങനെയെങ്കിൽ അവയെ നിങ്ങൾ ഇങ്ങനെയുള്ള രണ്ട് ഡിവൈസുകളെ, അതായത് തുല്യ റെസിസ്റ്റൻസ് ആയിട്ടുള്ള രണ്ട് ഡിവൈസുകളെ സീരീസ് ആയി കണക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെ സീരീസ് ആയി കണക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് രണ്ടിലുമുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. നമുക്കറിയാം 12 വോൾട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിനും തുല്യ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ വരുന്ന വോൾട്ട് 6 വോൾട്ട് ആയിരിക്കും, ഇവിടെ വരുന്ന വോൾട്ടും 6 വോൾട്ട് ആയിരിക്കും. തുല്യമായിരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം. മൂന്നാമത്തെ പ്രസ്താവനയും ശരി തന്നെയാണ്. നാലാമത്തെ പ്രസ്താവന കൂടുതൽ പവർ റേറ്റ് ചെയ്ത ഉപകരണത്തിന്റെ പ്രതിരോധം കുറവായിരിക്കും. മുന്നേയുള്ള ചോദ്യത്തിൽ നമ്മൾ കണ്ടതാണ് പവർ കൂടുമ്പോൾ പ്രതിരോധം കുറവായിരിക്കും. അപ്പൊ 4 പ്രസ്താവനകളും ശരി തന്നെയാണ്. ചോദ്യം 9. താഴെ തന്നവയിൽ വൈദ്യുതോർജ്ജത്തെ മുഴുവനായും താപമാക്കി മാറ്റാൻ കഴിവുള്ള ഉപകരണം? ഇൻകാൻഡസെന്റ് ബൾബ്, ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് ഫാൻ, സോൾഡറിംഗ് അയൺ. ഇൻകാൻഡസെന്റ് ബൾബിൽ ഒരു ഭാഗം താപം ഉണ്ടാവുന്നേ ഉള്ളൂ, മറ്റേ ഭാഗം ലൈറ്റായി മാറുന്നുണ്ട്. അപ്പൊ അത് മുഴുവനായും ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നില്ല. അയൺ ബോക്സ്, അവിടെ ഹീറ്റ് എനർജി മൊത്തമായി മാറുന്നുണ്ട്. സോൾഡറിംഗ് അയണിലും ഹീറ്റ് എനർജി മൊത്തമായി മാറുന്നുണ്ട്. ഫാനില് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ രണ്ടാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ. 10ാമത്തെ ചോദ്യം.
എക്സ് എന്നത് ഇൻകാൻഡസെന്റ് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കുന്നതിനും Y എന്നത് ഫ്യൂസ് വയർ നിർമ്മിക്കുന്നതിനും സാധാരണയായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. എക്സ് എന്നത് ഇൻകാൻഡസെന്റ് ബൾബിന്റെ ഫിലമെന്റ്, അതായത് എക്സ് എന്നത് നിക്രോമാണ്. Y എന്നത് ഫ്യൂസ് വയറിന്റെ മെറ്റീരിയൽ, അതായത് ടിൻ ലെഡിന്റെ അലോയ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയുക. എക്സിന്റെ ദ്രവണാംഗം കൂടുതലാണ്, നമുക്കറിയാം നിക്രോമിന്റെ ദ്രവണാംഗം കൂടുതലാണ്. Yന്റെ ദ്രവണാംഗം കുറവുമാണ്. ഓപ്ഷൻ എ അതാണ്, അത് കറക്റ്റായ ഇതാണ്. ബി ഓപ്ഷൻ XY എന്നിവയുടെ റെസിസ്റ്റിവിറ്റി തുല്യമാണ്. ഇത് രണ്ടും രണ്ട് മെറ്റീരിയൽ ആണ്. രണ്ട് മെറ്റീരിയൽ ആയതുകൊണ്ട് സ്വാഭാവികമായും റെസിസ്റ്റിവിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന ചുട്ടുപഴുത്ത അവസ്ഥയിൽ എക്സിന് ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. ടങ്സ്റ്റൺ ഫിലമെന്റ് ചൂടായാൽ അവിടെ നിന്ന് ധവളപ്രകാശം പുറത്തേക്ക് വിടുന്ന ആ പ്രസ്താവന കറക്റ്റ് ആണ്. ഇതനുസരിച്ചിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത ചോദ്യം 11ാമത്തത്. ആംബിയറേജിന്റെ യൂണിറ്റ് നമുക്കറിയാം ആംബിയർ. ചോദ്യം 12. തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ സബല പ്രതിരോധം കണക്കാക്കുക. സബല പ്രതിരോധം കണക്കാക്കുമ്പോൾ മെയിൻ കറണ്ട് വരുന്ന ഈ പോയിന്റ്, ഇവിടെ നിന്ന് വരുന്ന ഈ പോയിന്റ്, ഈ രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള സബല പ്രതിരോധമാണ് കിട്ടേണ്ടത്. ഈ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ടും ഇതിലൂടെ പോകുന്ന കറണ്ടും ഒരേ കറണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 7 ഓമും ഈ 2 ഓമും സീരീസ് കണക്ഷൻ ആയിരിക്കും. ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 7 പ്ലസ് 2, അതായത് 9 ഓം ആയിരിക്കും. ഈ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ടും ഇതിലൂടെ പോകുന്ന കറണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ 4 ഓമും 5 ഓമും സീരീസ് കണക്ഷൻ ആണ്. ഈ രണ്ടെണ്ണത്തിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 5 പ്ലസ് 4 that is 9 ഓം ആയിരിക്കും. ഈ ഇങ്ങനെ പോകുന്ന കറണ്ടും ഈ കറണ്ട് ഇവിടെ എത്തിയതിനു ശേഷം ഇങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വിഭജിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചും പാരലൽ ആയിട്ടുള്ള കണക്ഷൻ ആണ്. അതായത് ഇവിടുത്തെ 9 ഓം റെസിസ്റ്റൻസും ഇവിടുത്തെ 9 ഓം റെസിസ്റ്റൻസും പാരലൽ കണക്ഷൻ ആണ്. 9 ഓമും 9 ഓമും പാരലൽ ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് 9/2 9/2 which is 4.5. ചോദ്യം 13. 6 ഓം 4 ഓം പ്രതിരോധകങ്ങൾ സമാന്തരമായി ബന്ധിപ്പിക്കുകയും 4.8 പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രയോഗിക്കുകയും ചെയ്താൽ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? 6 ഓം 4 ഓം പ്രതിരോധകം, 6 ഓം 4 ഓം, ഇത് രണ്ടും സമാന്തരമായി ബന്ധിപ്പിക്കുന്നു. 6 ഓമും 4 ഓമും കൂടി സമാന്തരമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എനിക്ക് എഴുതാം R സമം R1 R2 by R1 plus R2. അതായത് R1 6 into 4 divided by 6 plus 4 അതായത് 10. ഇതിൽ നിന്ന് എനിക്ക് എഴുതാം 2.4 ഓം. ഇതാണ് സർക്യൂട്ടിലുള്ള മൊത്തം റെസിസ്റ്റൻസ്. സർക്യൂട്ടിലുള്ള കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ സപ്ലൈ ചെയ്തത് 4.8 വോൾട്ട് ആണ്. സർക്യൂട്ടിലുള്ള കറണ്ട് കണ്ടെത്താം. ഓംസ് ലോ അനുസരിച്ച് I സമം V/R. V എന്നത് 4.8 വോൾട്ട് ബൈ R. R എന്നത് 2.4 ഓം, അതായത് 2 ആംപിയർ. അടുത്ത ചോദ്യം. ചോദ്യം 14. സമാന സ്വഭാവമുള്ള ഒരു വയർ 200 വോൾട്ട് ലൈനിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുമ്പോൾ സെക്കൻഡിൽ 200 ജൂൾ താപം ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു വയർ, ഈ വയർ 200 വോൾട്ട് നിങ്ങൾ കൊടുക്കുന്നു. 200 വോൾട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഒരു സെക്കൻഡിൽ, അതായത് പവർ എന്നത് 200 വാട്ടാണ്. വയർ 10 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. അതിനുശേഷം എല്ലാ ഭാഗങ്ങളും ഒരേ 200 വോൾട്ട് ലൈനിൽ സമാന്തരമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയാണ്? ഈ വയറിന്റെ വോൾട്ടത, ഇതിൽ കൊടുക്കുന്ന വോൾട്ടത 200 വോൾട്ടും പവർ 200 വാട്ടുമാണ്.
ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് കണ്ടെത്താം. എനിക്ക് എഴുതാം P സമം V സ്ക്വയർ ബൈ R. ഇതിൽ നിന്നും R ഈക്വൽ ടു R സമം V സ്ക്വയർ ബൈ P, അതായത് 200 ഇൻറ്റു 200 ബൈ P 200 ഓം. അതായത് ഈ വയറിന്റെ മൊത്തം റെസിസ്റ്റൻസ് 200 ഓം ആണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ വയറിനെ നിങ്ങൾ 10 ഈക്വൽ പാർട്സ് ആയി മുറിക്കുന്നു. ഇതിനെ 10 ഈക്വൽ പാർട്സ് ആയി മുറിക്കുന്നു. അങ്ങനെ മുറിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ പ്രതിരോധം മൊത്തം 200 ഓം ഉണ്ട്. 10 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ പ്രതിരോധം എന്നത് 200/10 ആയിരിക്കും. അതായത് 200/10 20 ഓം ആയിരിക്കും. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ പ്രതിരോധം 20 ഓം ആയിരിക്കും. ഇങ്ങനെയുള്ള 10 ഭാഗങ്ങൾ നിങ്ങൾ പാരലലായി കണക്ഷൻ കൊടുക്കുന്നു. പാരലലായി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൊത്തം റെസിസ്റ്റൻസ്, ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ N. ഈ ഒരു ഭാഗത്തിന്റെ റെസിസ്റ്റൻസ് 20 ഓം ആണ്. ഇങ്ങനെയുള്ള 10 എണ്ണം പാരലലായി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസ് 2 ഓം ആണ്. അപ്പോൾ ആ നിങ്ങൾ പറഞ്ഞ സർക്യൂട്ടിലുള്ള മൊത്തം റെസിസ്റ്റൻസ് 2 ഓം ആണ്. ഇതിൽ ചോദ്യം ഇങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ഇതിനെ, ഈ റെസിസ്റ്റൻസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ റെസിസ്റ്റൻസിനെ നിങ്ങൾ 200 വോൾട്ട് ലൈനിലേക്ക് തന്നെ കൊടുക്കുന്നു. ഇതേ ലൈനിലേക്ക് തന്നെ കൊടുക്കുന്നു. ആദ്യത്തെ അതേ ലൈനിലേക്ക് തന്നെ കൊടുക്കുന്നു. എത്ര താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? 1 സെക്കൻഡിലായതുകൊണ്ട് എത്ര പവർ എത്രയെന്നാണ് ചോദ്യം. പവർ സമം V സ്ക്വയർ ബൈ R. V എന്നത് 200 ഇൻറ്റു 200 ബൈ R. R എന്നത് 2. ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും അതായത് ഇത് 20 കിലോ ജൂൾ. 20 കിലോ ജൂൾ. ചോദ്യം 15. ഒരു LED ബൾബിനെ അപേക്ഷിച്ച് ഇൻകാൻഡസെന്റ് ബൾബിന്റെ പ്രധാന പോരായ്മയാണ്. ഇൻകാൻഡസെന്റ് ബൾബ് നമുക്കറിയാം കൂടുതലായി താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മറ്റു ബൾബുകളിൽ പൊതുവെ അത് കുറവാണ്. LED ബൾബിന് കുറവാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഉത്തരവും. ലഭ്യമായ വൈദ്യോർജ്ജത്തിന്റെ സിംഹഭാഗവും താപത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നു. അടുത്ത ചോദ്യം 16. ഇനി പറയുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുക. ഫിലമെന്റിന്റെ ബാഷ്പീകരണം കുറയ്ക്കുന്നതിനായി നൈട്രജൻ വാതകം ഇൻകാൻഡസെന്റ് ലാമ്പിനുള്ളിൽ നിറയ്ക്കുന്നു. നമുക്കറിയാം നൈട്രജൻ വാതകമാണ് ഇൻകാൻഡസെന്റ് ബൾബിന്റെ ഉള്ളിൽ നിറയ്ക്കുന്നത്. നൈട്രജന്റെ താപീയ വികാസം കുറവാണ്. നൈട്രജൻ അധികം താപനില കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളുടെ ടയറുകളിൽ അത് ഉപയോഗിക്കുന്നത്. എക്സ്പാൻഷൻ കുറവായതുകൊണ്ടാണ്. വായുവിന്റെ അഭാവത്തിൽ നൈട്രജൻ നിഷ്ക്രിയ വാതകമായി പ്രവർത്തിക്കുന്നു. നൈട്രജന്റെ ലഭ്യത കൂടുതലാണ്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ആൻസർ തെറ്റായ പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാനാണ്. ആൻസർ ഇവയൊന്നുമല്ല. 17ാമത്തെ ചോദ്യം. ഒരു LED ബൾബിന്റെ ഭാഗമായ ഹീറ്റ് സിങ്കിന്റെ ധർമ്മം എന്ത്? ഹീറ്റ് സിങ്ക്, വാഷ് ബേസിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സിങ്ക് അതങ്ങ് വെള്ളം ഒഴുകിപ്പോകും. അതുപോലെ ഹീറ്റ് സിങ്ക് ആണ്, ഹീറ്റ് വലിച്ചെടുക്കുക. അത് തന്നെയാണ് അതിന്റെ ധർമ്മവും. ബേസ് യൂണിറ്റിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്യുക. അടുത്ത ചോദ്യം 18. ഇനി പറയുന്നവയിൽ ഏത് ബൾബാണ് മെർക്കുറി മൂലമുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നത്? LED ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, ഇൻകാൻഡസെന്റ് ലാമ്പ്, ആർക്ക് ലാമ്പ്. അതില് ഡിസ്ചാർജ് ലാമ്പിന്റെ ഉള്ളിലാണ് മെർക്കുറി നിറയ്ക്കുന്നത്. മെർക്കുറി പ്രകൃതിക്ക് ദോഷകരമാണ്. അപ്പൊ അത് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരവ്. പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നത്. 19. ഓണാക്കിയപ്പോൾ ഒരു LED ബൾബ് പ്രകാശിക്കുന്നില്ല എങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഈ പ്രശ്നത്തിന് കാരണമാകാൻ തീരെ സാധ്യതയില്ലാത്തത്? ഒരു ബൾബ്, LED ബൾബ് ഓണാക്കിയപ്പോൾ അതിന് പ്രകാശം വരുന്നില്ല. ഒന്നാമത് ഫിൽട്ടർ കപ്പാസിറ്റർ കേടായതാവാം. ഫിൽട്ടർ കപ്പാസിറ്റർ കേടായെങ്കിൽ ബൾബ് കത്തില്ല. PCBയിൽ കൂട്ടിച്ചേർത്ത LED തകരാറ് ആയതാവാം. LED PCBയിൽ സർക്യൂട്ട് ബോർഡുകളിൽ LED കേടായാൽ ബൾബ് കത്തില്ല. ഹീറ്റ് സിങ്കിനെ ഡിഫ്യൂസർ കപ്പിലേക്ക് നന്നായി അമർത്തി വെക്കാത്തതാവാം. ഹീറ്റ് സിങ്ക് ഡിഫ്യൂസർ കപ്പ് ഉപയോഗിക്കുന്നത് വരുന്ന പ്രകാശം, പുറപ്പെടുന്ന പ്രകാശം എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുന്നതിനാണ്. നമ്മളൊരു ടോർച്ചും അതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ചില സ്ഥലത്ത് കൂടുതലും ചില സ്ഥലത്ത് കുറവുമായിരിക്കും. ഫ്രണ്ടിലൊരു ഡിഫ്യൂസർ കപ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപടി കിട്ടും.
ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറമാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് പുറത്തേക്ക് പോകും. ഡിഫ്യൂസർ കപ്പ് കൃത്യമായിട്ട് അമർത്തിയില്ലെങ്കിലും ലൈറ്റ് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ടും വരുന്നത്. നാലാമത്തെ ഓപ്ഷൻ വന്ന് റെക്ടിഫയർ സർക്യൂട്ട്. റെക്ടിഫയർ സർക്യൂട്ട് കേടാണെങ്കിൽ ബൾബ് ഓൺ ആവില്ല. ഇവിടെ ബൾബ് പ്രകാശിക്കുന്നില്ലെങ്കിൽ ഉള്ള കാരണമാണ്. അപ്പോൾ ഹീറ്റ് സിങ്ക് ഡിഫ്യൂസർ കപ്പിലേക്ക് നന്നായി അമർത്തി വെച്ചിട്ടില്ലെങ്കിലും ലൈറ്റ് കത്തുന്നതായിരിക്കും. അതാണ് എൻ്റെ ആൻസർ. 20ാമത്തെ ചോദ്യം, 6 ഓം 9 ഓം എന്നിങ്ങനെ പ്രതിരോധമുള്ള 2 റെസിസ്റ്ററുകൾ 120 വോൾട്ട് EMF-മായി ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് തന്നിരിക്കുന്നത് 2 റെസിസ്റ്ററുകൾ. ഈ റെസിസ്റ്റർ തന്നിട്ടുണ്ട്. ഇത് 6 ഓം ആണ്, ഇത് 9 ഓം ആണ്. ഇതിനെ നിങ്ങൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് 120 വോൾട്ട് DC സപ്ലൈ ആയിട്ടാണ്. 120 വോൾട്ട്. 6 ഓം റെസിസ്റ്ററിൽ ചെലവഴിക്കപ്പെടുന്ന പവർ എത്രയാണ്? ഈ ഒരു സർക്യൂട്ടിൽ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് നിങ്ങൾക്ക് കണ്ടെത്താം. കറണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എനിക്ക് എഴുതാം കറണ്ട് I is equal to ഓംസ് ലോ അനുസരിച്ചിട്ട് I is equal to V/R. V എന്നത് ഇവിടെ തന്നിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് 120 വോൾട്ട് ആണ് ബൈ R. R എന്നത് ഈ സർക്യൂട്ടിലുള്ള മൊത്തം റെസിസ്റ്റൻസ്. ഈ 6 ഓമും 9 ഓമും ഇവിടെ സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊത്തം റെസിസ്റ്റൻസ് 9 + 6 അതായത് 15 ഓം ആയിരിക്കും. 15 ഓം ആണ് മൊത്തം റെസിസ്റ്റൻസ് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കറണ്ട് 8 ആംപിയർ എന്ന് കിട്ടും. നിങ്ങളുടെ ചോദ്യം, ഇതിൽ ചെലവഴിക്കപ്പെടുന്ന ഈ 6 ഓം റെസിസ്റ്ററിൽ ചെലവഴിക്കപ്പെടുന്ന ഊർജം എത്രയാണ്, പവർ എത്രയാണ്? എനിക്ക് എഴുതാം പവർ കാണുന്നതിന് ഇക്വേഷൻ P is equal to ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ റെസിസ്റ്റൻസ് എനിക്ക് അറിയാം. അപ്പൊ പവർ കാണാൻ എനിക്ക് ഉപയോഗിക്കാം P is equal to I²R. അതായത് I എന്നത് 8 ഓം, that is 64 into R. R എന്നത് 6 ഓം, that is 384 3 വാട്ട്.